മാഷിനറിയോ, കഴിഞ്ഞ കൊല്ലം ഒറ്റ ദിവസം പോലും ശരിക്കും പഠിത്തം നടന്നിട്ടില്ല. സമരായിരുന്നു. എന്നിട്ടും ഞാനിതേപോലെ കുത്തിയിരുന്ന് പഠിച്ചു. പരീക്ഷ എഴുതാൻ ചെന്നപ്പോ എന്താ നടന്നതെന്നറിയോ? ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു ഫ്ലാഗ് പോസ്റ്റ് നിന്ന് വീണ് മരിച്ച വിനയൻ. ആൻസർ എഴുതിയിട്ടുണ്ട്, നമ്മൾ കൊടുത്താൽ കേട്ടോ. ഇതേപടി നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി. സാർ ഈ ചെയ്യുന്നത് ശരിയല്ല. എന്ത് ചെയ്യുന്നത്? ഒരാൾക്ക് ഉത്തരം എഴുതി കൊടുത്തത്, മാസ് കോപ്പിങ്ങിന് കൂട്ടു നിൽക്കുന്നത്. ബുദ്ധിമുട്ടി പഠിച്ച് പരീക്ഷ വന്നിരിക്കുന്നവരെ മണ്ടന്മാരാക്കരുത് കേട്ടോ. വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവിടെ നിന്ന് എഴുതണം, ഇല്ലെങ്കിൽ പേപ്പർ തന്നെ ഇറങ്ങി പോണം മിസ്റ്റർ. ഇരിക്കട്ടെ അവിടെ. എടാ ഇരിക്കാൻ. ഇല്ല, ഞാനിത് പ്രിൻസിപ്പലിനോട് റിപ്പോർട്ട് ചെയ്യും. പ്രിൻസിപ്പലിന് അറിയാത്ത കാര്യമൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. പ്രിൻസിപ്പലിന് അറിയാമെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് അറിയില്ലല്ലോ. അതുകൂടെ അറിയിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. യൂണിവേഴ്സിറ്റി അധികാരികളുടെ ശ്രദ്ധയ്ക്ക്, 2ാം വർഷ BA-യുടെ പരീക്ഷ ഇവിടെ നടക്കുകയാണ്. പഠിച്ചവരും പഠിക്കാത്തവരും എഴുതുന്നു. പരമേശ്വരൻ സാറാണ് സൂപ്പർവൈസർ. പഠിച്ചവർ ആലോചിച്ച് ഉത്തരം എഴുതുമ്പോൾ പഠിക്കാത്തവർ പുസ്തകം തുറന്നുവച്ച് ഉത്തരം കോപ്പിയടിക്കുന്നു. കണ്ണുദോഷമില്ലാത്ത പരമേശ്വരൻ സാർ കണ്ണടയ്ക്കുന്നു. പ്യൂൺ കയറി വന്ന് ഉത്തരങ്ങൾ എഴുതി തയ്യാറാക്കിയ ഒരു ഉത്തരക്കടലാസ് പരമേശ്വരൻ സാറിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് രഞ്ജിയെ ഏൽപ്പിക്കുന്നു. രഞ്ജിയുടെ കയ്യിൽ നിന്നും എത്ര പണം പരമേശ്വരൻ സാർ വാങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. താൻ അത്രയ്ക്ക് കാണാറുണ്ട. ഗിവ് ബാക്ക് മൈ പേപ്പർ. കോപ്പി അടിച്ചതിന് തന്നെ പിടിച്ചതായിട്ട് ഈ കഥ മാറ്റി ഉണ്ടാക്കാൻ എനിക്കറിയാം. എന്റെ പേപ്പർ ഇങ്ങനെ, എന്റെ ആൻസർ പേപ്പർ ഇങ്ങനെ, എന്റെ പേപ്പർ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പേപ്പർ റിപ്പോർട്ട് ചെയ്യും. പേപ്പറിന് വിലയോടും ഞാൻ യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്യും. പരീക്ഷ എഴുതില്ല. ഞാൻ ഈ നാട്ടിൽ അറിയിക്കും. എന്റെ പേപ്പർ ഇങ്ങനെ ഐ വോണ്ട് അലോ ദിസ്. ഇല്ല, ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല. ഗിവ് ബാക്ക് മൈ പേപ്പർ. ഇത് ദ്രോഹമാണ്. നോ, ഐ വോണ്ട് അലോ ദിസ്. താനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നത്? സാറും ഇതിന് കൂട്ടു നിൽക്കുകയാണോ? വിനയം പോയിരുന്ന പരീക്ഷ എഴുത്. രാവും പകലും കുത്തിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളോട് ചെയ്യുന്ന അനീതിയാണിത്. ഗവൺമെന്റ് പ്രസിൽ നിന്ന് ചോദ്യക്കടലാസ് നേരത്തെ കിട്ടിയിട്ടും അതുപോലും പഠിക്കാൻ കഴിയാത്ത യുവമാർക്ക് ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക. പിന്നെ ഇവിടെ പരീക്ഷ നടത്തുന്ന എന്തിനാണ്? വാങ്ങുന്ന കൈക്കൂലിക്കനുസരിച്ച് മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും കൊടുത്താൽ പോരെ? പാവപ്പെട്ട വിദ്യാർത്ഥികൾ ജീവിക്കാൻ ഒരു തൊഴിൽ നേടാനാണ് പഠിച്ച് പരീക്ഷ എഴുതുന്നത്. ഇവന്മാർ അതിനല്ല. ക്ലാസും റാങ്കും മേടിച്ച് ഉയർന്ന ഉദ്യോഗം കരസ്ഥമാക്കി വിവാഹ കമ്പള വരന്മാരെ വിലയ്ക്ക് വാങ്ങുമ്പോ കൂടിയ വിലയ്ക്ക് വിറ്റഴിയാനുള്ള വിൽപ്പന ചരക്കാവാനാണ്. നിങ്ങളൊക്കെ ഇതിന് കൂട്ടുനിന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് പുല്ലിന്റെ വില പോലും ഉണ്ടാവില്ല. നോ, ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു ദി യൂണിവേഴ്സിറ്റി. നോ, ഐ വിൽ റിപ്പോർട്ട് ദിസ് ടു ദി യൂണിവേഴ്സിറ്റി. റിപ്പോർട്ട് ചെയ്ത ഡീബാർ ചെയ്യുന്ന തന്നെയായിരിക്കും കോപ്പി അടിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന്. തനിക്ക് ഒരു ചാൻസ് കൂടെ തരികയാണ്. ബഹളം ഉണ്ടാക്കാൻ പോയിരുന്ന പരീക്ഷ എഴുത്. I will question this. I will see that you are be taken to jail. I will question this. I will question this. I will report this to the university. You are all criminals. I won't allow this. I won't allow this. I will report this to the university. I won't allow this. I will question this. I will question this. I won't allow this. പരീക്ഷ എഴുതാൻ കഴിയാത്തതിലും എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്തതിലുള്ള വിഷമവും വിനയനുണ്ടായിരുന്നു. രഞ്ജി മെമ്പറായ പാർട്ടിയുടെ എതിർ പാർട്ടിയിൽ അയാൾ ചേർന്നു. ഇലക്ഷൻ നിന്നു. കോളേജ് യൂണിയൻ ചെയർമാനായി. രഞ്ജിയെയും ഗ്രൂപ്പിനെയും എതിർക്കുകയായിരുന്നു വിനയന്റെ ലക്ഷ്യം.
പലതും മറക്കാനായിട്ടാ അയാൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവസാനം അതൊരു ശീലായി. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും അനന്തൻ എന്താ അന്ന് രഞ്ജിക്കെതിരൊന്നും പറയാതിരുന്നത്? പറയാതിരുന്നിട്ട് തന്നെ അന്നവര് മാഷപ്പോ വന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ ഒരുപക്ഷെ കൊന്നേനെ. അനന്തൻ പേടിക്കണ്ട. നാളെ മുതല് താൻ കോളേജിൽ വരണം. മാഷേ, എനിക്കെന്തെങ്കിലും ആയാല് എന്റെ ചേച്ചിക്ക് ആരും ഉണ്ടാവില്ല. അനന്തനൊന്നും ആവില്ല, ഞാനാ പറയുന്നത്. പഠിക്കണം എന്നാഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയെങ്കിലും പഠിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അത്രയും മതി അനന്ത എനിക്ക്. താൻ നാളെ കോളേജിൽ വരണം. തന്നെ ഞാൻ പഠിപ്പിക്കും. ഞാനുള്ളിടത്തോളം കാലം തന്നെ ആരും ഒന്നും ചെയ്യില്ല. അനന്തം വരുമോ? ഞാൻ വരാം മാഷേ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാൽ ISU സിന്ദാബാദ്, രാമേന്ദ്രന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, പ്രിൻസിപ്പാൾ നീതി പാലിക്കുക, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. കുഞ്ഞിനെ ബാബാ നോക്കി നിൽക്കണ്ട. അണ്ടർ ഫാളിംഗ് ബ്രേക്കിംഗ് മാറ്റർ റിമൂവ്. എന്തിയേട്ടാ? എടാ നിലത്ത് വിടാ പൊട്ട സാധനങ്ങൾ ഇത് മാറ്റുക. പുറത്താക്ക കച്ചറിയാണ്. എന്തുടനെ പൊട്ട സമരം സമരം പറയണമെന്ന് ഇംഗ്ലാബാണ്. പിടിച്ചോ, പൊട്ടരുത്. Rabindranath Tagore was the first Indian writer to win the Nobel Prize. He was the youngest son of Maharshi Devendranath Tagore, a rich Bengali aristocrat. Though he had no regular schooling, he grew up in an atmosphere of culture, social and religious zeal. രാമേന്ദ്രന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, ISU സിന്ദാബാദ്. Sit down. നിനക്കെന്താ കൊമ്പുണ്ടോ? അനന്തനെ തൊട്ടുപോരുത്. എന്താ തൊട്ടോ? അവന്റെ ശരീരത്തിൽ ആദ്യം തൊടുന്നവന്റെ കൈ ഞാൻ ചവിട്ടി ഓടിക്കും. രണ്ടാമത് തൊടുന്നവന്റെ കാല്, മൂന്നാമത് തൊടുന്നവൻ ഈ വാച്ച സമ്മാനം തരും. ചുണയുള്ളവന്മാരെ തൊട. ഈ കോളേജിൽ എല്ലാ ക്ലാസ് വിട്ടാലും ഈ ക്ലാസ് ഞാൻ പഠിപ്പിക്കും. He read widely and wrote poems, short stories, novels and plays, which changed the course of Bengali literature. The English translation of his Geetanjali അല്ല, എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക. നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാ? പിള്ളേർ സമരം ചെയ്താൽ ചെയ്തോട്ടെന്ന് വെക്കണം. അത് വേണ്ടെന്ന് പറയാൻ നിങ്ങളാരാ? ഈ പയ്യൻ എന്തെങ്കിലും സംഭവിച്ച ആരുത്തരം പറയും? ഇവിടെ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ടും ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ലല്ലോ. പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞാലേ ഈ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികൾ എന്ന സാർ ഉദ്ദേശിക്കുന്നവരാരാ? കുറെ ഗുണ്ടകള്. സാറാണ് അവരെ വഷളാക്കുന്നത്. സാറാണ് അവർക്ക് കൂട്ടു നിൽക്കുന്നത്. മിസ്റ്റർ രാമേന്ദ്രൻ, മൈൻഡ് യുവർ വേർഡ്സ്. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാനല്ല ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ഓരോരുത്തരെ സസ്പെൻഡ് ചെയ്യാൻ നിന്നാൽ ഈ കോളേജിന്റെ പല ഭാഗങ്ങളും ഇടിച്ചു കളയേണ്ടി വരും. അവരുടെയൊക്കെ കയ്യിൽ നിന്ന് വാങ്ങിയ ഡൊണേഷൻ കൊണ്ടാ മാനേജ്മെന്റ് ഈ കോളേജിലെ ഓരോ കെട്ടിടവും കെട്ടിയിരിക്കുന്നത്. വിദ്യാർത്ഥികളാവുമ്പോൾ കുറെ കുസൃത്തരം കാണിച്ചു എന്ന് വരും. അതൊക്കെ സഹിച്ച്, അതൊക്കെ ക്ഷമിച്ച് അവരെ പഠിപ്പിക്കുക ഒരു അധ്യാപകന്റെ ചുമതല. പെൺകുട്ടികളെ കയറി പിടിക്കുന്നതും കത്തിക്കുത്ത് നടത്തുന്നതും കോളേജ് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്നതാണ് കുസൃത്തരം സാർ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് കണ്ട് കണ്ണടക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒരു ഗുണ്ടായിസം കാണിച്ചു പറയുന്നല്ലാതെ തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ ആരും പറയുന്നില്ലല്ലോ. ദാറ്റ്സ് ദ ബിഗസ്റ്റ് ട്രാജഡി ഓഫ് ദിസ് കോളേജ്. ഈ തെണ്ടിത്തരത്തിനെതിരെ ഒരു കുട്ടിയെങ്കിലും ശബ്ദമുയർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് അവന്മാരെ കമ്പി എണ്ണിച്ചേനെ. ഞാൻ പറയാം സാർ, യൂറിൻ ഷെഡിൽ വെച്ച വിനീനെ രഞ്ജിയും കൂട്ടാൻ ഡ്രഗ്സ് വിറ്റ് ഞാൻ കണ്ടതാ. അവര് മാഷിനെ കല്ലെറിഞ്ഞ എന്റെ മുന്നിൽ വെച്ചാ. ഞാനിത് എവിടെ വേണമെങ്കിലും പറയാം. തന്നോട് ചോദിച്ചില്ല. രാമേന്ദ്രൻ വരുന്നവരെ എനിക്കവിടെ മനസ്സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങളെപ്പോലല്ലേ മറ്റുള്ള ലെക്ചറേഴ്സ്? അവർക്കൊന്നും പ്രശ്നങ്ങളില്ലല്ലോ. അവർക്ക് എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും? സമരം വന്നാൽ അവർക്ക് വീട്ടിൽ പോവാം, ടിവിയിൽ ക്രിക്കറ്റ് കാണാം, കെട്ടിടത്തിന്റെ ലോൺ ശരിയാക്കാം, ലീവ് എടുക്കാതെ കല്യാണത്തിന് പോവാം. ക്ലാസ് ഇല്ലാത്തപ്പോ എന്ത് ചെയ്യുന്നു അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഈ സമരത്തിന് കാരണക്കാരൻ നിങ്ങളാ.
ദിസ് ഇസ് ദ ഫൈനൽ വാർണിംഗ് ഫോർ യു. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഐ വിൽ ബി ഫോഴ്സ്ഡ് ടു ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് യു. സർ, യു ജസ്റ്റ് പ്ലീസ്. നിങ്ങൾക്ക് പോവാം. ദേ 15-ാം തീയതി കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഓർമ്മയുണ്ടല്ലോ അല്ലേ? വല്ലവരുമായി തല്ലും കൂടി ദേഹം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ട് പന്തലി വന്ന് കയറരുത്. ആ, സാറ് പറഞ്ഞ പോലെ തന്നെ സാരി ആഭരണങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ സാർ എങ്ങനെ കല്യാണ പന്തലിൽ വരണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാറിനോട് പറഞ്ഞാലും പിശുക്ക് കാരണം കാശ് കൊടുത്ത് മേടിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ തന്നെ മേടിച്ചു. എങ്ങനെയുണ്ട്? എന്താ ഇത്ര വലിയ ആലോചന? ഞാൻ അവരെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എന്താ ഇനിയും തല്ലുകൂടാൻ പോണോ? കുറെ അധികം സാറന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പിള്ളേരുമായി അടികൂടാൻ പോകുന്ന ഒരെണ്ണത്തിന് ആദ്യമായി കാണുക. ഇതിനൊക്കെ വേണ്ടത് അവന്മാരുടെ വീട്ടിൽ ചെന്ന് പറയാ. മക്കളുടെ യോഗ്യത തന്തയും തള്ളയും കൂടി അറിയട്ടെ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. One of the men in critical condition. The other is dead. I am now even more certain that this is not only an intelligent creature, but a thing which estimated through the earth as far as the another part of മമ്മി, എന്താ മോനെ? ആ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു മമ്മി. നിനക്ക് എഴുന്നേറ്റ് ചെന്നെടുത്തൂടെ? ഞാൻ പണം കണ്ടോണ്ടിരിക്കല്ലോ മമ്മി. ആരാണെന്ന് നോക്ക്. ഒന്ന് നോക്ക് മമ്മി. ഓഹോ, ആരാ? ഐ എം രാമചന്ദ്രൻ, രഞ്ജിയുടെ ലെക്ചറാണ്. ഓഹോ, അപ്പൊ താങ്കളാണ് എന്റെ മോനെ തല്ലിയതല്ലേ? അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എന്ത് സംസാരിക്കാൻ? താനാരാടോ, പോലീസോ? ഇവനെ ഞങ്ങൾ കോളേജിൽ അയക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ തല്ലിച്ചതയ്ക്കാനല്ല. നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ മകന് തന്നെ അപകടം. ഇവന് മാനസികമായ എന്താ തകരാറുണ്ട്? തകരാറ് തന്റെ മനസ്സിനാ. കുറച്ചെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാതെ ഈ കൊച്ചു പയ്യൻ ഇങ്ങനെ തല്ലുമായിരുന്നു. അവൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചാ ശാസിക്കാം. വാദ്യാരാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും. ഇവനെ ചോദിക്കാനും പറയാനും ആളുണ്ട്. ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മകൻ താൻ തോന്നിയായി വളരില്ലായിരുന്നു. ഷട്ട് അപ്പ് യു ഇഡിയറ്റ്. ഇവന്റെ അച്ഛൻ ഡൽഹിയിൽ നിന്ന് വരട്ടെ. MP മാത്യൂസ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. തന്റെ പഠിപ്പിക്കല് ഞാൻ നിർത്തിത്തരാം. ഞാൻ പറയുന്നതൊന്ന് എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? Will you please get out and get lost? Damn it.
ഇയാളാണ് ചെയ്തത്. മൈൻഡ് യുവർ വേർഡ്സ്. ഇയാളാണ് എന്റെ കാർ അടിച്ച് ചേർത്തത്. ആണെന്ന് വെച്ചോ, പക്ഷെ തെളിവുണ്ടോ? നിങ്ങൾ കാർ എടുക്കണമെന്ന് ഞാൻ കണ്ടതാ. ഈ പറയുന്ന കാറ് ആരുടെ? റഞ്ജിയുടെ. അപ്പൊ ഇയാളാണ് വാദിയും സാക്ഷിയും. വാദി സാക്ഷിക്കാരായ തനിക്കെന്താ? കാര്യമുണ്ട്. അതിനുമ്പ് വേറൊരു കാര്യം. മോൻ വീട്ടിൽ ചെന്ന് മമ്മിയോട് പറയണം, രാമേന്ദ്രൻ സാർ പറഞ്ഞു ഇത് കോളേജാണ്, പുറത്ത് വെച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ആവാം. ഇവിടെ മോൻ സാറിന്റെ സ്റ്റുഡന്റും സാർ മോന്റെ അധ്യാപകനുമാണ്. മോൻ ഇനി മുതൽ ഒരുമാതിരി മര്യാദയില്ലാതെ സംസാരിച്ചാൽ മോന്റെ പല്ലടിച്ച് താഴെടുവെന്ന്. അല്ല, ഈ വാദിയും സാക്ഷിയും ഒരാളായാൽ നിയമത്തിന്റെ മുമ്പിൽ എന്തെങ്കിലും വിലയുണ്ടോ ഇൻസ്പെക്ടർ? പിന്നെ താൻ പറയുന്ന കേട്ട് ഇദ്ദേഹം വേണേ കേസ് ചാർജ് ചെയ്യും, സംശയത്തിന്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്യും. പക്ഷെ കോടതിയിൽ നിന്ന് തെളിവില്ലെന്ന കാരണവും പറഞ്ഞ് പുല്ലുപോലെ ഞാൻ ഇറങ്ങിപ്പോവും. പിന്നെ മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുക്കും. ഇൻസ്പെക്ടറുടെ പേരിലല്ല, തന്റെ പേരിൽ. അതിന് സാക്ഷി ഇൻസ്പെക്ടർ ആയിരിക്കും. കൃത്യമായി തെളിവുള്ളതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ ഇൻസ്പെക്ടർ തന്നെ വരേണ്ടി വരും. ശരിയല്ലേ ഇൻസ്പെക്ടർ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. യു കാം ഡൗൺ, നമുക്ക് അന്വേഷിക്കാം. ഡാഡി ഇങ്ങോട്ട് വന്നോട്ടെ, തന്നെ ഞാൻ കമ്പി എണീച്ച് കാണിച്ചു തരാം. അതിനു മുമ്പ് തന്നെ നമുക്കെണ്ണാം. ഇതുപോലെ ചിലരൊക്കെ വലിയ മറ്റവന്മാരുടെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോളേജ് വിലസുന്നുണ്ട്. മയക്കുമരുന്നും ഹോക്കി സ്റ്റിക്കും സൈക്കിൾ ചെയിനും ഒക്കെ ആയിട്ട്. അവർക്കെതിരെ എനിക്കൊരു കേസ് ചാർജ് ചെയ്യണം. സാക്ഷ്യമായിട്ട് സ്റ്റേഷനിൽ വരാം.